നന്മയുടെ സുഗന്ധമാണ് പെരുന്നാളിലൂടെ നാം ആഘോഷിക്കുന്നതെന്ന് ഹിറ മസ്ജിദ് ഖത്തീബ് നാസർ ചെറുകര പറഞ്ഞു. ഒരുമയാണ് ഏറ്റവും വലിയ നന്മയെന്നും അതില്ലാത്തതാണ് വർത്തമാനകാലത്ത് നാം അനുഭവിക്കുന്ന ദുരന്തമെന്നും നോർത്ത് കോട്ടച്ചേരി സെഞ്ചുറി മൈതാനിയിൽ ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയുള്ള ഖുതുബ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. അല്ലാഹു നമുക്ക് വലുതാകുമ്പോൾ നമ്മളും വലുതാകും, അല്ലാത്തപ്പോൾ നാം ചെറുതാവും. മുസ്ലിം ലോകം മുമ്പെങ്ങുമില്ലാത്ത വിധം ഐക്യപ്പെടേണ്ട സാഹചര്യമാണിന്ന്. വംശവും ദേശവും ഭാഷയും ഐക്യത്തിന് തടസ്സമാകരുതെന്നും നാസർ ചെറുകര ഓർമ്മിപ്പിച്ചു. വിശപ്പും ദാഹവും സഹിച്ച് നോമ്പെടുക്കുന്നതിൽ വിജയിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ വാഴ്ത്തുവാനുള്ള ആഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അത് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഹുദ മാർഗദർശനം സ്വീകരിച്ചാൽ ജീവിതം ആഘോഷമാകുമെന്നാണ്, അല്ലെങ്കിൽ ജീവിതം വളരെ സന്തോഷപൂർവമാകുമെന്നാണ്. അള്ളാഹു തആല തന്നെ അത് പറയുന്നുണ്ട്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആണായാലും പെണ്ണായാലും അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചാൽ നല്ല ജീവിതം അവനെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. തഖ്വയാണല്ലോ ഇതുവരെ നമ്മൾ കേട്ടത് മുഴുവൻ. തഖ്വയുണ്ടാകുവാൻ വേണ്ടിയായിരുന്നല്ലോ നോമ്പിൽ നാം വെള്ളത്തോടും ഭക്ഷണത്തോടും അതുപോലെ ലൈംഗിക ബന്ധത്തോടുമൊക്കെ സ്വീകരിച്ച ആ ആത്മനിയന്ത്രണമുണ്ടല്ലോ, ആ ആത്മനിയന്ത്രണത്തിനാണ് തഖ്വ എന്ന് പറയുക. അത് വ്യക്തി ജീവിതത്തിൽ ഉണ്ടായാൽ ലോകം എന്തായാലും അയാൾക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റും. സ്ത്രീകൾ ഉൾപ്പെടെ വിശ്വാസി സമൂഹം ഈദ്ഗാഹിൽ പ്രാർത്ഥനയ്ക്കെത്തി. പരസ്പരം ആശ്ലേഷിച്ചും ബന്ധങ്ങൾ പുതുക്കിയുമാണ് വിശ്വാസികൾ ഈദ്ഗാഹിൽ നിന്നും പിരിഞ്ഞത്. തുടർന്ന് കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഇതര മതസ്ഥരെ അഭിവാദ്യം ചെയ്യുവാനും വിശ്വാസികൾ സമയം കണ്ടെത്തി. ഹോസ്ദുർഗ് ടൗൺ ജുമാ മസ്ജിദിൽ OP കുഞ്ഞബ്ദുള്ള സഖാഫിയും കോട്ടച്ചേരി ടൗൺ ജുമാ മസ്ജിദിൽ അബ്ദുൾ റഹ്മാൻ അഷ്റഫിയും അതിഞ്ഞാൽ ജുമാ മസ്ജിദിൽ TT അബ്ദുൽ ഖാദർ അസ്ഹരിയും കോയാപ്പള്ളി മസ്ജിദിൽ കരീം മുസ്ലിയാരും തെക്കേപ്പുറം ജുമാ മസ്ജിദിൽ മുഹമ്മദ് ഇർഷാദ് അസ്ഹരിയും കൊവ്വൽപ്പള്ളി ജുമാ മസ്ജിദിൽ അബ്ദുൾ റഷീദ് അൽ അസനിയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.